ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇസ ഷാൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പല്ലിനിടയിലുള്ള കറയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെ പല്ലിലെ കറ കളയാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെമഡിക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഇഞ്ചി വെച്ചിട്ട് നമുക്ക് എങ്ങനെ പല്ലിലെ കറ കളയാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ചെറിയൊരു പീസ് ഇഞ്ചി വേണം. അപ്പോൾ ഈ ഒരു ഇഞ്ചിനെ നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ തന്നെ ചതച്ചത് ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം ചതച്ചെടുക്കാനായിട്ട്. ഇനി ഈ ഒരു ചതച്ച ഇഞ്ചിയിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഇഞ്ചിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചിയും അതുപോലെ തന്നെ നാരങ്ങയുടെ നീരും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പിന് പകരം വേണമെങ്കിൽ ബേക്കിംഗ് സോഡയും ചേർക്കാവുന്നതാണ്. ബേക്കിംഗ് സോഡ ആകുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും, കാരണം നമ്മുടെ പല്ലിനത് കേടായിരിക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് ഉപ്പ് യൂസ് ചെയ്താൽ ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് പേസ്റ്റാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് ഏതാണോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിനി ഇത് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഒരാഴ്ചക്കൊക്കെ ഇത് സ്റ്റോർ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേസ്റ്റ് ഇതിലോട്ട് ചേർത്തെടുക്കണമെന്നില്ല. ഈ ഒരു ഇഞ്ചിയും അതുപോലെ തന്നെ നാരങ്ങയുടെ നീരും കൂടി ചേർത്ത മിശ്രിതം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എപ്പോഴാണ് ബ്രഷ് ചെയ്യുന്നത് അപ്പോൾ ബ്രഷിലോട്ട് കുറച്ച് ഈ ഒരു ഇഞ്ചിയും നാരങ്ങയുടെ നീരും കൂടി മിക്സ് ബ്രഷിലോട്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. പേസ്റ്റ് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം പതപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ബ്രഷിൽ തേച്ചെടുത്തിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാവുന്നതാണ്. രാവിലെയും രാത്രിയും 2 നേരം നമുക്ക് ബ്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു 10 ദിവസം അടുപ്പിച്ച് ചെയ്യണം, എങ്കിലേ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. പല്ലിനിടയിലെ ഈ ചെറിയ കറകളൊക്കെ പോകാൻ ഇതൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.